ഔട്ട് ഓഫ് മൈ മൈൻഡ് എന്ന് പറയുന്ന ഒരു ഡിസ്നി സിനിമ കണ്ടു. ആക്ച്വലി ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ സിനിമ കണ്ടത്. കാരണം വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു ഈ സിനിമ കാണാനായിട്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഫീലുണ്ട്. ഭയങ്കര രസമാണ് ആ സിനിമ കണ്ടപ്പോൾ കിട്ടിയൊരു ഫീൽ എന്ന് പറയുന്നത്. കാരണം അതിനകത്തെ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്, ആക്ടേഴ്സ് അങ്ങനെയാണ്. ഒരു ഡിഫറെൻറ്റ് ഫീലാണ് സിനിമ തീർന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പം സിനിമയിൽ ചർച്ച ചെയ്തു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, അവൾക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്സിനുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ, സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് സംസാരിക്കാൻ പറ്റില്ല, നടക്കാനൊന്നും പറ്റില്ലാത്തൊരു കണ്ടീഷൻ. ആ ഒരു കണ്ടീഷനിലൂടെ പോകുന്ന ആ ഒരു പെൺകുട്ടി മെലഡി ബ്രൂക്ക്, അവളുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പെൺകുട്ടി. ഇപ്പോൾ സ്പെഷ്യൽ എഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇവളെ ഒരു നോർമൽ സ്കൂളിൽ പോകുന്നതും അവിടെ വെച്ച് ഇവൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇവളതിനെയൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു പോകുന്നു. ആ ഒരു പെൺകുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഈ സിനിമ കാണിച്ചു പോകുന്നത്. ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ആക്ട് ചെയ്തിട്ടുള്ള ആ ഒരു മെലഡി ബ്രൂക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് റിയാലിറ്റിയിൽ ഈ ഒരു കണ്ടീഷനാണ്, അവൾ ഈ ഒരു കണ്ടീഷനിൽ നിന്നിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ആദ്യത്തെ സിനിമയാണ്. ഭയങ്കര രസമാണ്. ഓരോ എക്സ്പ്രഷൻസും അത് വരുന്നത് ഇങ്ങനൊരു കണ്ടീഷനാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് അത്ര പോസിബിൾ അല്ല, അത്രയും വലിയൊരു കണ്ടീഷനിൽ നിൽക്കുന്ന ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്സിൽ നമ്മൾ കണ്ടുള്ളതാണ്, നേരിട്ട് കണ്ടുള്ളതാണ്. അപ്പം അത്രയും നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനൊരു കിടിലൻ ക്യാരക്ടർ ചെയ്തു. അതും ഭയങ്കര രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. 1 മണിക്കൂർ 47 മിനിറ്റുള്ള സിനിമയാണിത്. ഡിസ്നി സിനിമ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു എന്താണ് അപ്പോൾ അവെയർനെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ഒരു ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ളവരും നമ്മളുടെ ഇടയിലുള്ള അവരെ നമ്മൾ കോമൺ ആയിട്ട് കാണണം എന്നുള്ള രീതിയിലൊക്കെ ഒരു അവെയർനെസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമ കാണിച്ചു തരുന്നൊരു സാധനമുണ്ട്. ഭയങ്കര രസമാണ്. ഇവിടെ അവസാനം ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ എല്ലാവരും മാറ്റി നിർത്തുന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തിരിച്ചുവരവൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിട്ട്, ഭയങ്കര ഡിഫറെൻ്റായിട്ട് നമുക്കിങ്ങനെ മോട്ടിവേഷൻ തരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടുള്ളൊരു കിടിലൻ സിനിമയാണ് ഔട്ട് ഓഫ് മൈ മൈൻഡ് എന്ന് പറയുന്നത്. ഡിസ്നി സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. അങ്ങനെ നിൽക്കുന്നൊരു സിനിമ കൂടിയാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഒരു ഡിഫറെൻറ്റ് ഫീൽ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്.